ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചൂളപ്പറമ്പത്ത് കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. നാട്ടിലെ മിക്ക വീടുകളിലും ഒരുക്കങ്ങൾ ഒരാഴ്ച മുന്നേ തുടങ്ങും. പറമ്പ് വൃത്തിയാക്കലും വീട് വൃത്തിയാക്കലും എല്ലാം ഇവിടെയും സേവനവാരമായി. വീടൊക്കെ ഇങ്ങനെ പതിയെ ക്ലീൻ ചെയ്യുന്നത് ഒരു തെറാപ്പി പോലാണ്. പണിയാണെങ്കിലും വൃത്തിയാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത് ഒരു രസമാണ്. ഞാൻ പണ്ട് തുടയ്ക്കുമ്പോൾ അപ്രദേശത്ത് ഒരാളെ ചവിട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. നമ്മൾ മാറ്ററിൽ നിന്ന് പോയി. ഉത്സവം, ഇവിടുത്തെ ഉത്സവം നല്ല രസമാണ്. കുറേ തെയ്യങ്ങളുണ്ട്. കുട്ടിച്ചാത്തൻ, ഗണ്ടാകർണൻ, വസൂരിമാല, അങ്ങനെ. കല്യാണ ശേഷമാണ് ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. എല്ലാ അർത്ഥത്തിലും നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ഇവിടുത്തെ ഉത്സവം. ഒരുപാട് ആൾക്കാരുണ്ടാവും. ചെണ്ടമേളവും ഡാൻസും പെൺകുട്ടികളുടെ ഡാൻസും എല്ലാം ഉണ്ടാവും. നമ്മൾ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നേ. അച്ഛൻ്റെ അനിയൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു അമ്പലം. അവിടാണ് ഞങ്ങൾ വരവൊക്കെ കാണാൻ വേണ്ടി നിൽക്കാറുള്ളത്. വരവൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് വരവുകളുണ്ടായിരുന്നു. ഒരു 5-10 വരവുകളെങ്കിലും ഉണ്ടാവും. അതൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം കുട്ടിച്ചാത്തൻ്റെ 3 കോലങ്ങൾ കെട്ടിയ കുട്ടിച്ചാത്തൻ്റെ തെയ്യം ഉണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു. അതിനുശേഷം കനലാട്ടം ഉണ്ടായിരുന്നു. കനലാട്ടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതും പാതിരാക്ക്, മീൻസ് ഒരു 3 മണിക്ക് തുടങ്ങിയിട്ട് 4:30 ആയി കാണും അത് കഴിയാൻ വേണ്ടിയിട്ട്. കനലാട്ടാണ് ആ അമ്പലത്തിലെ ഏറ്റവും അടിപൊളി ചടങ്ങ്.